മക്കളെ ക്ലാസ് 7 പഠിക്കുന്ന മക്കൾക്ക് സയൻസില് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ആസിഡുകളും ബേസുകളും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെ. സോ മിസ് എന്ന് വന്നിരിക്കുന്നത് ഈ ചാപ്റ്ററിലുള്ള ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാ. ഇയാളുടെ പേരെന്താണെന്നറിയോ? ആളുടെ പേരാണ് ഫിനോഫ്തലീൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ഈ പേര് അല്ലെ. എന്താണ് ഈ ഫിനോഫ്തലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫിനോഫ്തലീൻ എന്ന് പറയുന്നത് ഒരു ലബോറട്ടറി സൂചകമാണ്. എന്താ സൂചകം അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ആ ഇൻഡിക്കേറ്റർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ മക്കളെ ഓർമ്മ വരാ? വണ്ടിയുടെ ഇൻഡിക്കേറ്റർ. ഇമാജിൻ, നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ഇങ്ങനെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ടില് വേറൊരു കാർ ഉണ്ടെന്ന് വിചാരിക്കും. ആ കാറ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് അതിൽ നിന്ന് മനസ്സിലാവുക? അതായത് നമ്മുടെ തൊട്ടു മുന്നിലുള്ള വണ്ടി നമുക്ക് പറഞ്ഞു തരാം, ഞാനിതേ ലെഫ്റ്റിലോട്ട് തിരിയാൻ പോവാണ്. ഇനി റൈറ്റ് ഇൻഡിക്കേറ്റർ ആണെങ്കിലോ, റൈറ്റ് ഇൻഡിക്കേറ്റർ ആണെങ്കിൽ നമുക്കത് മനസ്സിലാവും, നമ്മുടെ മുന്നിലുള്ള വണ്ടി ദേ റൈറ്റിലേക്ക് തിരിയാണ്. സോ നമുക്ക് പറഞ്ഞു തരികയാണ് അവര് ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ തിരിയണേന്ന് അല്ലെ. സോ നമ്മളുടെ സയൻസിലും എന്തുണ്ട് മക്കളെ? ഇതുപോലത്തെ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങളുണ്ട്. ഇവരും നമുക്കൊരു കാര്യം പറഞ്ഞു തരും. എന്താ പറഞ്ഞു തരുന്നതെന്നറിയോ? അവരുടെ നിറം മാറ്റത്തിലൂടെ നമ്മളുടെ കയ്യിലിരിക്കുന്ന ആള് ആസിഡ് ആണോ ബേസ് ആണോ നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, ദേ ഡെഫിനിഷൻ നോക്കൂ നിങ്ങള്. എന്താ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ഹെൽപ് ടു ഐഡന്റിഫൈ ആസിഡ് ആൻഡ് ബേസസ് ബൈ ചേഞ്ചിങ് ദെയർ കളർ. അതായത് നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക മക്കളെ? ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഫിനോഫ്തലിനും ഇതുപോലത്തെ ഒരു സൂചകമാണ്. ഓക്കെ, ലാബുകളിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഫിനോഫ്തലിൻ. ഫിനോഫ്തലിൻ എങ്ങനെയാ നമ്മുടെ കയ്യിലിരിക്കുന്ന ആള് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് പറഞ്ഞു തരാ? വളരെ സിമ്പിൾ ആണ്. ഫിനോഫ്തലീൻ എന്ന് പറയുന്ന ആൾക്കുണ്ടല്ലോ ആസിഡിന് വലിയ കാര്യമില്ല. അതായത് കുറച്ച് ഫിനോഫ്തലീൻ ഇട്ടിട്ട് നമ്മൾ ആസിഡിലേക്ക് ആഡ് ചെയ്തു എന്ന് വിചാരിക്കും, പ്രത്യേകിച്ച് ഒരു കളറും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ദർ ഇസ് നോ കളർ ചേഞ്ച്, ഒരു നിറം മാറ്റവും ഇല്ല. ഫിനോഫ്തലിൻ ആരെ ഇഷ്ടം എന്നറിയോ? ഫിനോഫ്തലിൻ ഏറ്റവും ഇഷ്ടം ബേസിനെയാണ് മക്കളെ. അതുകൊണ്ട് ബേസിലേക്ക് നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോ ഫിനോഫ്തലിൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ നിറം മാറി അത് പിങ്ക് നിറമായിട്ട് മാറും. ഓക്കെ, സോ ഫിനോഫ്തലീൻ എന്ന് പറയുന്ന ആള് ബേസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സൂചകമാണ്. ക്ലിയർ ആയോ? ആസിഡില് ഒരു കളർ വ്യത്യാസവും ഇല്ല, പക്ഷെ ബേസിൽ അത് എന്തായിട്ട് മാറും? അത് പിങ്ക് നിറത്തിലേക്ക് മാറും. ഇനി ഇത് ഓർത്ത് വെക്കാൻ മിസ് ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. ഈ ഒരു സെന്റൻസ് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ദാ പിടിച്ചോ, ഫിനുമോൾ. ഫിനുമോൾ എന്ന് പറയുന്നത് ആരാ? നമ്മളുടെ ഫിനോഫ്തലിൻ. ഓക്കെ, ഫിനുമോൾ ബേസിനെ കണ്ടപ്പോ നാണിച്ച് പിങ്കായി. ഓക്കെ, ആസിഡിനെ കണ്ടപ്പോ വലിയ നിറമാറ്റം അല്ല ഭാവ വ്യത്യാസം ഒന്നുമില്ല. ആസിഡിന് ഇഷ്ടമല്ല, നമുക്ക് ഓൾറെഡി അറിയാലോ. ഓക്കെ, പക്ഷേ ഫിനുമോൾ എന്താ ചെയ്തത്? ബേസിനെ കണ്ടപ്പോ നാണിച്ച് പിങ്കായി, ബ്ലഷ് ചെയ്തു, അത് പിങ്ക് കളറായി. അങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, സോ ബേസില് ഫിനോഫ്തലിന്റെ നിറം മാറ്റം എന്താ മക്കളെ? പിങ്ക് നിറത്തിലേക്ക് അത് മാറും. ക്ലിയർ ആയോ? ഫിനോഫ്തലിന്റെ കളർ ചേഞ്ച് ഈസി അല്ലേ? സോ നിങ്ങൾ ഈ കോഡ് ആലോചിച്ച് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഈ കോഡ് ആലോചിച്ച് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. ഫിനോഫ്തലിൻ ബേസില് പിങ്ക് നിറമാണ്. സോ ഇതുപോലത്തെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം? നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.